അവനിപ്പോ സെറ്റപ്പായി കാണൂല്ലേ? അവൻ വിചാരിച്ച് നമുക്ക് ജോലി എടുക്കി തരാൻ പറ്റില്ലേ? ഒന്ന് പോയടാ. എടാ അന്ന് അവൻ മര്യാദക്ക് പറഞ്ഞ നമ്മളോട് രണ്ടുപേരോട്. അന്ന് നിന്റെ വാക്കിട്ട് തെണ്ട ഇറങ്ങിയാണ് ഇന്ന് ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്നും മലയാളിക്ക് എളുപ്പത്തിൽ കിട്ടുന്നതാണല്ലോ ഇഷ്ടം. എന്നാ വല്ലതും കിട്ടുമോ? അതോ ഇല്ല. എന്നാ പിന്നെ MNB പോർട്ട് ചെയ്ത് എയർടെല്ലിലേക്ക് മാറാം. അപ്പൊ പിന്നെ നമ്പർ മാറുന്നില്ലല്ലോ. അതാണ്. അപ്പൊ ഞാനും കൂടി ചേർന്നാവും. ഹലോ കൃപാകൃഷ്ണ, ഞാൻ എത്ര സമയം വിളിക്കണു. എന്നാലും അവളോടുള്ള നിന്റെ സ്നേഹം കുറച്ച് കൂടുതലാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. പരസ്പരം മനസ്സിലാക്കാൻ പറ്റില്ല അച്ഛാ. പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളേ? நம்ம அப்பா உனக்கு தேவையான எல்லா வசதியும் கொடுத்துருக்கேன், சரியா? அப்புறம் எதுக்கு இந்த பிசினஸ் எல்லாம் பண்ற நீ? അച്ചുട്ടിക്ക് മേലൊരു പപ്പൂട്ടി ഈ നാട്ടില് വേണ്ട. തച്ചോനെ തിരിച്ചു തക്കണം. കൊച്ചമ്പ്രാൻ തച്ചിട്ട് ഒരുത്തൻ ഈ നാട്ടിൽ സുഖമായി ജീവിക്കണ്ട. കൊല്ലണ്ട, അച്ഛനറിയേം വേണ്ട. ഒടിഞ്ഞു തൂങ്ങി ചേമ്പും തണ്ട് പോലാവണം. ഹലോ, സർജറി മാത്രം ചെയ്താൽ മതിയോ? പേഷ്യന്റ് ഫോളോഅപ്പും കൂടി ചെയ്യണ്ടേ മാഡം? എന്താ? അതാ എനിക്കും ചോദിക്കാനുള്ളത്. മര്യാദക്കേ എടുത്ത സാധനം തന്നിട്ടേ സ്ഥലം കലിയാക്കാൻ നോക്ക്. രണ്ടിനെ പിന്നെ ഈ ഏരിയയിൽ കണ്ടുപോകരുത്. ചേട്ടൻ ചിലപ്പോ ആള് മാറിപ്പോയാലും. അലി, എന്റെ പപ്പ എങ്ങനെയാ? നല്ല കലയും കലാകാരന്മാരെയും കണ്ട എല്ലാം മറന്നു പോകും. എന്നെ പോലും മറന്നു പോകും ചിലപ്പോ. പപ്പയുടെ ഒരു കാര്യം. താങ്ക് യു ഒക്കെ അവിടെ പറഞ്ഞ. അലിൻ, ഐ തിങ്ക് ഇറ്റ്സ് യുവർ ഫോൺ. വാഷ്റൂമിൽ വെച്ച് മറന്നതെന്ന് തോന്നുന്നു. I don't trust any of them 100%. ആഹാ, സംഭവം കൊള്ളാല.